നീ മുകുന്ദേട്ടന്റെ ഫോട്ടോ കണ്ടു അല്ലേ? എന്റെ മകൻ 19 വർഷമായി അറിയാത്ത കാര്യം നീ അറിഞ്ഞത്. ആ റൂമിൽ മുകുന്ദേട്ടൻ ഉപയോഗിച്ച ചില വസ്തുക്കളുണ്ടെന്ന് ഇവിടെ ചിലർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ആ റൂം ആരും ഗവനിക്കാറുമില്ല. പാഴ്വസ്തുക്കൾ കൂട്ടിയിട്ട റൂമെന്നാ എല്ലാവരും കരുതുന്നത്. ഞാൻ ആരെയും അറിയിക്കാതെ രാത്രികളിൽ അവിടെ പോകാറുള്ളതോ എന്റെ ഭർത്താവിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെച്ച് എന്റെ സങ്കടങ്ങൾ പറയാറുള്ളതൊന്നും ഈ വീട്ടിൽ ആർക്കും അറിയില്ല. അമ്മേ, ക്ഷമിക്കണേ. അറിഞ്ഞു വെച്ച് ഞാൻ ചെയ്തു പോയ തെറ്റല്ല. കമ്മലെടുക്കാൻ നേരം അറിയാതെ വാതിൽ പിടിച്ചപ്പോഴാ അത് തുറന്നത്. മോളെ അമ്മ കുറ്റപ്പെടുത്തിയതല്ല. രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിൽ പോയ ആ രാത്രി ഞാൻ ആ മുറി പൂട്ടാൻ മറന്നുപോയി. രാവിലെ ആരും അറിയാതെ മുറി പൂട്ടാൻ ചെല്ലുമ്പോഴാ ചെടിയുമായിട്ട് നീ ടെറസിൽ പോകുന്നത് കണ്ടത്. മുകുന്ദേട്ടന് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയതാവും ഒരു നിമിത്തം ഉണ്ടാക്കി നിന്നെ അദ്ദേഹത്തിന്റെ മുറിയിൽ എത്തിച്ചത്. അന്ന് താഴെ വന്നിട്ട് എനിക്ക് മുറി പൂട്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതും അതുകൊണ്ട് തന്നെയാ. നിന്നെപ്പറ്റി ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് മോളെ. നീ പോയ ദിവസങ്ങളില് പല രാത്രികളിലും വെളുക്കോളം ഞാൻ മുകുന്ദേട്ടന്റെ കൂടെ ആ മുറിയിലെ സങ്കടങ്ങൾ പറഞ്ഞുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് എന്റെ മുകുന്ദേട്ടൻ ആ മുറി തന്നെയുണ്ട്. ഞാൻ ഈ താലി ഇപ്പോഴും അണിഞ്ഞിരിക്കുന്നത് ആ വിശ്വാസം മനസ്സിലുള്ളത് കൊണ്ടാ. നീ മടങ്ങി വരാൻ മുകുന്ദേട്ടനും ആഗ്രഹിച്ചിരുന്നു മോളെ. മോന് വഴികാട്ടിയായി അച്ഛനും ഉണ്ടായിരുന്നു. നീ വന്നതിന്റെ പിറ്റേ ദിവസം നിന്നെ മുറി വരുത്തി മുകുന്ദേട്ടൻ കണ്ടു. അങ്ങനെ വിശ്വസിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അയ്യോ, അമ്മേനെ ഒരുപാട് സംസാരിക്കല്ലേ. രാത്രി ഒരുപാടായി. അമ്മേനെ കിടക്ക്. ശരീരം നന്നായി തണുത്തിട്ടുണ്ട്. മോള് പൊയ്ക്കോ. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ചെല്ലു മോളെ, പോയി കിടന്നു. ആ മുറിയില് അമ്മ ആരും അറിയാതെ പോകുന്നതിനുള്ള കാരണം പറഞ്ഞില്ല. വർഷങ്ങളായി പൊടിപിടിച്ച മുറിയില് വെളുക്കോളം ചെന്നിരുന്ന് അമ്മ കരയുന്നത് കൊണ്ടാ അമ്മയ്ക്ക് രോഗം വരുന്നത്. അമ്മയ്ക്ക് ഇങ്ങനെ ഈ രോഗം വന്നെന്ന് മകന് പോലും അറിയില്ല. മറ്റുള്ളവരെ പേടിച്ചിട്ടാ അമ്മ മുറി വൃത്തിയാക്കാത്തത്. ഭർത്താവ് മരിച്ച ശേഷം ശ്രീദേവി മുറി വിട്ട് വന്നിട്ടില്ലെന്ന് മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ പകല് സ്വന്തം മുറിയിലും രാത്രിയില് ആ മുറിയിലുമാണെന്ന് ആരും മനസ്സിലാക്കാതെ പോയി. ഇപ്പോഴും മനസ്സിലാവാത്തത് ഒരു കാര്യം മാത്രം. ആഹാ, രാവിലെ തന്നെ കിച്ചണിൽ എത്തിയായിരുന്നോ? ഞാൻ വെളുപ്പിനെ എണീറ്റു. ഈ വീടിന്റെ മരുമകളാണെന്ന് അറിഞ്ഞു വെച്ച് അവളുടെ കൈകൊണ്ട് ചായ വാങ്ങി കുടിക്കാനും ഒരു യോഗം തന്നെ വേണം. എന്റെ പൊന്നു കാവേരി ചേച്ചി, തമാശക്കാണെങ്കിൽ പോലും അങ്ങനെയൊന്നും പറയല്ലേ. തമാശയൊന്നും അല്ല അമ്മോ, മനസ്സിന്റെ വിങ്ങല. കണ്ണുള്ളപ്പോ കാഴ്ച അറിയില്ല എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള അർത്ഥം ഞാൻ അറിഞ്ഞത് നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോഴാ. ഉച്ച നേരത്ത് ഇരുട്ട് വന്ന് മൂടിയതുപോലെ. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാ കാവേരി ചേച്ചി സത്യം പറയൂ? നിന്നെ മറച്ചു വെക്കാൻ എനിക്ക് എന്ത് സത്യമുള്ളത്? നീ ചോദിക്കുമോ?
എന്ത് വിവരം നിനക്ക് അറിയേണ്ടത്? അത് ഇവിടെ അമ്മ എപ്പോഴും ഭർത്താവിന്റെ കാര്യങ്ങൾ പറയും. ആണ്ടുബലിയും വരാൻ പോകുന്നതായിട്ട് അറിഞ്ഞു. 23-ന് മുകുന്ദേട്ടന്റെ ആണ്ടുബലിയാ വരാൻ പോകുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഈ വീട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അമ്മയുടെ റൂമിൽ പോലും ഭർത്താവിന്റെ ഫോട്ടോ കാണാനില്ല. ഞങ്ങളുടെ നാട്ടില് മരിച്ചു കഴിഞ്ഞാ ഫോട്ടോ തെക്കോട്ടുള്ള ചുവരില് ചില്ലിട്ട് വെക്കാറുണ്ട്, മാലയും ചാർത്താറുണ്ട്. എന്റെ മുത്തശ്ശിയുടെ ഫോട്ടോ വീട്ടിൽ വന്നപ്പോ കാവേരി ചേച്ചി കണ്ടതല്ലേ? നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ? മാത്രല്ല അദ്ദേഹം വലിയൊരു കമ്പനിയുടെ ഉടമയൊക്കെ ആയിരുന്ന ആളല്ലേ? എന്നിട്ടും ഒരു ഫോട്ടോ പോലും ഇല്ല. അമ്മ ചോദിച്ചത് സത്യമായ കാര്യം തന്നെയാ. പക്ഷേ മുകുന്ദേട്ടന്റെ ചിത്രങ്ങളൊന്നും ഈ വീട്ടില് വേണ്ടെന്ന് തീരുമാനിച്ചതാ അമ്മു. ശ്രീദേവിയുടെ അലമാരയില് ഒരുപക്ഷെ അവരുടെ വിവാഹ ആൽബം ഉണ്ടായിരിക്കും. പക്ഷേ പുറത്തേക്ക് അതെടുക്കില്ല. ആരും അത് കാണാനും പോകുന്നില്ല. നീ ചോദിച്ചാൽ പോലും ശ്രീദേവിയുടെ കരയുകയുള്ളൂ. ഇത് ചോദിച്ച് ആ പാവത്തെ സങ്കടപ്പെടുത്താൻ പോകരുത്. എങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? ഉണ്ട്. നീ ആ സ്റ്റൗ അണയ്ക്ക്, ദോശ കഴിയുന്നു. ഞാനത് മറന്നു. എന്നോട് പറയാതെ പോവാണോ കാവേരി ചേച്ചി? അത് മറച്ചു വെക്കാൻ മാത്രമൊന്നും ഇല്ല അമ്മു. ആദ്യമൊക്കെ കൊച്ചുകുട്ടിയായിരുന്ന സഞ്ജുവിനെ കൊണ്ട് മുകുന്ദേട്ടന്റെ ആണ്ടുബലി നടത്തി വന്നു. 1-2 വർഷങ്ങൾ കഴിഞ്ഞു. അവന് 9 വയസ്സ് പ്രായമുള്ളപ്പോഴാ മുകുന്ദേട്ടന് വേണ്ടി അവസാനത്തെ ആണ്ടുബലി നടത്തുന്നത്. പിന്നെ അത് നടന്നിട്ടില്ല. ആരും അതിന് ധൈര്യപ്പെട്ടതുമില്ല. ശ്രീദേവി അടുത്തിയെ മുകുന്ദേട്ടൻ ഈ വീട്ടിൽ കൈപിടിച്ച് കൊണ്ടുവന്നതുപോലെ ഈ കുടുംബത്തിലുള്ളവർക്ക് മറക്കാൻ കഴിയാത്ത ദിവസമായിരുന്നു അന്ന്. ഇനി ആ പിണ്ടം എടുത്ത് മുന്നിലെ ഇലയിലിരിക്കുന്ന ദർഭയുടെ മുകളിൽ വയ്ക്കുക. പരലോകത്ത് നിന്ന് പരേതാത്മാവിനെ വിളിച്ചു വരുത്തി ആത്മശാന്തി നൽകി ദൈവത്തിന്റെ പാദങ്ങളിൽ എത്തിക്കാനാ പോകുന്നത്. ദൈവത്തിന്റെയോ? അതേ കുട്ടി, അച്ഛന്റെ ആത്മാവ് ദൈവത്തിന്റെ മുന്നിൽ എത്തണ്ടേ? ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിക്കൂ. എന്റെ അച്ഛനെ തട്ടിയെടുത്തത് ദൈവ. ആ ദൈവത്തിനു വേണ്ടി ഞാനൊന്നും ചെയ്യില്ല. എല്ലാരും എന്നെ പറ്റിക്കുക. എന്റെ അച്ഛന് വേണ്ടിയല്ല, ദൈവത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നേ. അല്ല, അമ്മയല്ലേ പറഞ്ഞത് എന്റെ അച്ഛൻ ദൈവം വിളിച്ചിട്ടാ പോയതെന്ന്? ദൈവത്തിന്റെ അടുത്ത് പോയ ആരും മടങ്ങി വരില്ലെന്ന് അമ്മയും മുത്തശ്ശനും പറഞ്ഞിട്ടില്ലേ? സഞ്ജു മോനെ, മോനെ സഞ്ജു, മോനെ സഞ്ജു, സഞ്ജു ശേഖര പിടിക്കവനെ. അയ്യോ മോളെ ശ്രീദേവി, അയ്യോ മോളെ മോളെ
വീട്ടിൽ നിന്ന് ഓടിപ്പോയ സഞ്ജുവിനെ വൈകുന്നേരം ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് നിന്നാ കിട്ടിയത്. പിന്നീട് കവിതേച്ചിയുടെ ഊഴമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് വല്യേച്ചി ഇറങ്ങിപ്പോയതിന്റെയും കല്യാണം മുടങ്ങിയതിന്റെയും കനലുമായി ജീവിച്ച കവിതേച്ചി സന്ദർഭം മുതലെടുത്ത് പൊട്ടിത്തെറിച്ചു. മകൻ അവന്റെ അച്ഛന്റെ ബലികർമ്മം പോലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഈ കുടുംബം തകർത്തു കളഞ്ഞ മനുഷ്യന്റെ ഒരു ഓർമ്മ പോലും ഇനി ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അച്ഛനുമായി കവിതേച്ചി ഏറ്റുമുട്ടി. ബാഗും എടുത്ത് താഴെ വന്ന് വല്യേച്ചി പോലെ വീട് വിട്ട് ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോ ഞാനും അമ്മയും നിലവിളിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രീദേവേടത്തി ഓടി വന്ന് യാചിച്ചു. മുകുന്ദേട്ടന്റെ ഓർമ്മകളൊന്നും ഈ വീട്ടിൽ ഉണ്ടാവില്ലെന്ന് വാക്ക് കൊടുത്തു. മുകുന്ദേട്ടന്റെ ഫോട്ടോ പോലും ഇവിടെ കാണരുതെന്ന് കവിതേച്ചി നിർബന്ധം പിടിച്ചു. ആദ്യമൊക്കെ ഒച്ചയെടുത്തെങ്കിലും പിന്നീട് അച്ഛന് നിസ്സഹായനായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. മൂത്ത മകളുടെ വഴിയെ രണ്ടാമത്തെ മകളും വീട് വിട്ടിറങ്ങാൻ പോവാ. ഒരു വശത്ത് എന്റെ അമ്മയുടെ കരച്ചിൽ. അച്ഛൻ തകർന്നു പോയി. മുകുന്ദേട്ടൻ്റെതായ എല്ലാം ശ്രീദേവേടത്തെയും അന്നിവിടെ ജോലിക്ക് നിന്ന രാജുവിന്റെ അച്ഛനായ രാഘവേട്ടന്റെയും സഹായത്തോടെ മുകളിലുള്ളൊരു മുറിയിലാക്കി. ആ മുറിയിൽ ഇപ്പോഴും ആരും പ്രവേശിക്കാറില്ല. സഞ്ജുവിന് പോലും ഇതൊന്നും അറിയില്ല. അതിൽ പിന്നെ മുകുന്ദേട്ടന്റെ ബലിചടങ്ങുകളൊന്നും ഉണ്ടായിട്ടുമില്ല. സഞ്ജു അവന്റെ അച്ഛന്റെ മരണത്തിനും പാവങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അമ്മ മുറി തന്നെ കഴിച്ചുകൂട്ടാൻ തുടങ്ങിയത് അതിനുശേഷമാണോ? അതെ. മുകുന്ദേട്ടനെ ഓർമ്മപ്പെടുത്താൻ പോന്ന ഏറ്റവും വലിയ സത്യം താനാണെന്ന കാര്യം ശ്രീദേവേടത്തിക്ക് അറിയാം. അച്ഛൻ നിർബന്ധിച്ച് വിളിച്ചാൽ സ്റ്റെയറിന് മുകളിൽ വന്ന് മുഖം കാണിക്കും. ഉടനെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. പുറത്തിറങ്ങുന്നത് ക്ഷേത്രത്തിൽ പോവാൻ മാത്രം. സഞ്ജുവിനോട് പോലും ശ്രീദേവേടത്തി തന്റെ വേദനകൾ പറഞ്ഞില്ല. നീ ഇപ്പൊ ചെയ്യുന്ന പോലെ രാജു ഇവിടെ വന്നതിന് ശേഷം അവനാ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്. ഇങ്ങനൊരു സ്ത്രീജന്മം ഭൂമിയിൽ വേറെ ഉണ്ടോന്ന് എനിക്കറിയില്ല അമ്മു. നീ വരുന്നതിന് മുൻപ് രാജു പറഞ്ഞ സഞ്ജു വല്ലതുമൊക്കെ അറിയുന്നത്. അന്നിവിടെ വലിയ പ്രശ്നമുണ്ടായി. എന്നിട്ടും ശ്രീദേവേടത്തി പഴയതുപോലെ തന്നെ. നീ വന്നതിന് ശേഷം ഏടത്തി ചിരിക്കാനും സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. താഴേക്ക് ഇറങ്ങി വരാനും തുടങ്ങിയത്. നീ പോയപ്പോ അതിന്റെ ഏറ്റവും വേദന അനുഭവിച്ചതും ശ്രീദേവേടത്തിയാ. എന്റെ ജീവനും കൊണ്ട് അമ്മ പോയതെന്നാ എന്നോട് പറഞ്ഞു കരഞ്ഞത്. ഇതൊന്നും നീ അറിഞ്ഞതായി ശ്രീദേവേടത്തിയോട് ഭാവിക്കരുത്. ഇല്ല. ഞാൻ ദിനേശേട്ടന് ചായ കൊടുത്തിട്ട് വരാം. അച്ഛന്റെ ആണ്ടുബലി 19 വർഷത്തിന് ശേഷം നടത്താൻ മകനൊരു മനസ്സുണ്ടാവണേ ദേവി. എനിക്ക് ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിക്കാനല്ലേ കഴിയൂ. ഈ വീട്ടിലെ അറിയാത്ത പല കഥകളും ദേവിയായി എനിക്ക് വെളിപ്പെടുത്തി തരാണ്. അമ്മു, അമ്മു, ആ അമ്മു കിച്ചണിലുണ്ടെന്ന് കാവേരിയപ്പച്ചി പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് കാണാനുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ആയിട്ടുമില്ല. അമ്മു ഈ നേരം വന്ന് ദേവിയോട് പ്രാർത്ഥിക്കണമെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ അമ്മു? എന്റെ സങ്കടം അമ്മ ഓർത്തിട്ടാ. 19 വർഷമായി മുടങ്ങിക്കിടന്ന അച്ഛന്റെ ആണ്ടുബലി മകനെ കൊണ്ട് പിഴ മൂടി നടത്തിക്കണം.
ഞാനും അങ്ങനെ ഒരു സംസാരം കേട്ടു. നീ ശ്രമിച്ചാലൊന്നും അത് നടക്കില്ല അമ്മു. എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാനും കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. രാജുവേട്ടൻ അറിഞ്ഞതൊക്കെ എനിക്കും അറിയാം. മുകളിലെ പൂട്ടിയിട്ട മുറിയിൽ എന്താ ഉള്ളതെന്ന് രാജുവേട്ടൻ അറിയോ? രാജുവേട്ടന്റെ അച്ഛൻ അതും പറഞ്ഞില്ലേ? അമ്മു, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞാൻ പോലും ആ മുറിയിൽ എന്താന്ന് കണ്ടിട്ടില്ല. എന്നോട് കാവേരി ചേച്ചിയാ പറഞ്ഞത്. അതിനുള്ളിൽ അച്ഛന്റെ ഫോട്ടോ ഉണ്ടെന്ന്. ആരും അതിനുള്ളിൽ പ്രവേശിക്കാറുമില്ല. ആ ഫോട്ടോ പുറത്തു കൊണ്ടുവരണം. അച്ഛന്റെ ഫോട്ടോ ഉള്ള വിവരമൊന്നും മകൻ അറിയില്ല. എന്തുകൊണ്ടാ ഇവിടെ ആരും സഞ്ജുവിനോട് ഈ വിവരമൊന്നും പറയാത്തതെന്ന് അമ്മ ആലോചിച്ചിട്ടുണ്ടോ? അച്ഛൻ്റെ ഫോട്ടോയൊന്നും ഇവിടെ ഇല്ലെന്നാ ശ്രീദേവി അവനോട് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ അച്ഛനെ വെറുക്കുന്നവർ കമ്പനി ഓഫീസിൽ നിന്ന് പോലും ചിത്രങ്ങൾ മാറ്റിക്കളഞ്ഞു. ബാംഗ്ലൂരിൽ നിന്ന് MBA കഴിഞ്ഞ് അവൻ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് 2 വർഷമായിട്ടുള്ളൂ. അതുവരെ കവിതപ്പച്ചിയുടെ കയ്യിലായിരുന്നു കമ്പനിയുടെ ഭരണം. ചെയർമാനായി പേരിന് മുത്തശ്ശനും. പിന്നെ അവൻ്റെ അച്ഛൻ്റെ പഴയ സുഹൃത്തുക്കളുടെ കയ്യിലെങ്ങാനും വല്ല ഫോട്ടോയും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്മ ആഗ്രഹിക്കുന്നത് പോലെ അച്ഛൻ്റെ ചിത്രം പുറത്തു കൊണ്ടുവരാനും ആണ്ടുബലി നടത്താനും കഴിയില്ല. അമ്മയോട് ബലി നടത്താമെന്ന് സഞ്ജു സമ്മതിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞു. ദൈവവിശ്വാസി അല്ലാത്തവൻ പരികർമ്മിയുടെ മുന്നിലിരുന്ന് കർമ്മം ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മയോട് അവനത് പറഞ്ഞത് തൽക്കാലത്തേക്കുള്ള ആശ്വാസം മാത്രമാണ്. ബലിയുടെ അടുത്ത നാളുകളിൽ ബിസിനസ് ഒന്ന് ടൂർന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങ് മുങ്ങും. എനിക്കവനെ നന്നായി അറിയാം. പിന്നെ നീ എന്തെങ്കിലും ഒരു ശ്രമത്തിന് തുനിഞ്ഞ ഈ കുടുംബത്തിൽ അതൊരു പൊട്ടിത്തെറിയായി മാറും. പോരെങ്കിൽ അവൻ്റെ അച്ഛൻ മരിച്ചിട്ടും ഇപ്പോഴും പകയടങ്ങാതെ കഴിയുന്ന അവൻ്റെ വല്യപ്പച്ചി ഇവിടെയുണ്ട്. വേണ്ടമ്മു, ആ മുറി അങ്ങനെ തന്നെ അടഞ്ഞു കിടക്കട്ടെ. ഊർമിളയ്ക്ക് ലക്ഷ്മണനെ കാത്തിരിക്കേണ്ടി വന്നത് 14 വർഷം. അമ്മയ്ക്ക് മരിച്ചുപോയ ഭർത്താവിന്റെ ചിത്രത്തിന് മുന്നിൽ 4 അളറിയ വിളക്ക് വെക്കാൻ 19 വർഷമായിട്ട് സാധിക്കുന്നില്ല. ഫോൺ കാണുന്നില്ലല്ലോ. അമ്മ വന്നിരുന്നെങ്കിൽ ഒന്ന് കോൾ ചെയ്ത് നോക്കാൻ പറയായിരുന്നു. അല്ല, അവിടെ ഇവിടെ വന്നിട്ട് പോയിട്ട് കുറെ നേരം ആയല്ലോ. പിന്നെ ഇതെവിടെ പോയി? ദൈവമേ, ഇന്നലെ രാത്രി ഞാനത് ആ മുറിയിൽ കൊണ്ടുപോയതാണല്ലോ. അയ്യോ, അസുഖം വന്നപ്പോൾ ഞാനത് അവിടെ വെച്ച് മറന്നു. ആരെങ്കിലും വിളിച്ചാൽ അത് അവിടെ ഇരുന്ന് ഇറങ്ങിയല്ലോ. ഈശ്വര, ഇന്നലേക്ക് അമ്മൂന്റെ കയ്യിൽ കൊടുത്തിട്ട് മുറി പൂട്ടാനാണല്ലോ പറഞ്ഞേ. ഈശ്വര, അവളത് പൂട്ടിക്കാണോ? മുകുന്ദേട്ടാ, ഈശ്വര, ഞാൻ സ്വപ്നം കാണാണോ? മുകുന്ദേട്ടാ, എന്താ ഇതൊക്കെ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ചെയ്തത് ആരാന്നറിയോ? എന്റെ മോളാ, അമ്മു. അല്ല, നമ്മുടെ മോള്. അതല്ലേ മുകുന്ദേട്ടൻ ഇപ്പൊ എന്നോട് പറയാൻ വന്നേ. മോനെ കൂടാതെ നമുക്കൊരു മോളും കൂടി വേണം ദേവിന്ന് മുകുന്ദേട്ടനെ ആദ്യം പറഞ്ഞിട്ടില്ലേ? ദൈവം നമുക്ക് മോളാ മുകുന്ദേട്ട. അവള്
ആർക്ക് എന്ത് വിഷമുണ്ടായാലും അവൾ അവിടെ എത്തും. ചോദിക്കാതെ അവൾക്ക് കഴിയുന്നതൊക്കെ ചെയ്യും. ഒരിക്കലെങ്കിലും മുകുന്ദേട്ടൻ അവളെ കാണാൻ കഴിയുമെന്ന് കരുതിയതാണോ? കണ്ടില്ലേ മുകുന്ദേട്ട നമ്മുടെ മോളെ? അവളെ വീടിന്റെ പ്രകാശം. ഇരുട്ടത്ത് കഴിയുന്ന അച്ഛനും അവള് പ്രകാശമായി. ഹലോ, സംസാരം കഴിഞ്ഞെങ്കിൽ വേഗം പോന്നോളൂ.